അങ്ങ് പ്രാർത്ഥിച്ച പോൽ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ച പോൽ സ്നേഹിച്ചിടാൻ, അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ, അങ്ങ് പ്രാർത്ഥിച്ച പോൽ പ്രാർത്ഥിക്കുവാൻ, അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ, അങ്ങ് സ്നേഹിച്ച പോൽ സ്നേഹിച്ചിടാൻ, അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ. സഭയെ, തിരുസഭയെ, ദൈവത്തെ മറന്നിടല്ലേ. സഭയെ, പ്രിയ സഭയെ, യേശുവിനെ മറന്നിടല്ലേ. നമ്മെ വെട്ടിക്കളയാതെ നമ്മളോട് ക്ഷമിച്ച അവന്റെ ആ കരുണയെ ഓർത്ത് എല്ലാ വായ്കളും തുറന്ന്, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകലനാമം പാടുന്നു ദൈവം പരിശുദ്ധൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ ആലോചന പ്രകാരം നടത്തപ്പെട്ട നാഷണൽ പ്രയർ കോൺഫറൻസ് ഓഗസ്റ്റ് മാസം 18, 19, 20 തീയതികളിൽ ഷാർജ വർഷിപ്പ് സെന്ററിന്റെ മെയിൻ ഹാളിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അനുഗ്രഹീതരായ ദൈവദാസന്മാർ കടന്നു വന്ന് ശക്തമായ നിലയിൽ ദൈവവചനം സംസാരിപ്പാനിടയായി. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ, ഡോക്ടർ ജോൺസൺ ഡാനിയൽ USA, പാസ്റ്റർ ബിനോയ് എബ്രഹാം UK, പാസ്റ്റർ ബിജി അഞ്ചൽ എന്നീ ദൈവദാസന്മാർ കൊലോസ്യ ലേഖനം 4:12 ആസ്പദമാക്കി പ്രാർത്ഥനയിൽ പോരാടുക എന്ന വിഷയത്തെ വളരെ ശക്തമായ നിലയിൽ ദൈവവചനം സംസാരിപ്പാനിടയായി. ആ മീറ്റിംഗിൽ കർത്താവിന്റെ ദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുവാനിടയായി. ഡോക്ടർ ബ്ലസൻ മേമന, ബ്രദർ രൂപോസ് കുര്യാക്കോസ്, പാസ്റ്റർ ജയലാൽ ലോറൻസ്, ബ്രദർ ബിജു അടിമാലി എന്നിവർ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തു. അവിടെ നടന്ന അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിൽ ആയിരക്കണക്കിന് ദൈവമക്കൾക്ക് കടന്നു വന്ന് ദൈവവചനം കേൾക്കുവാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ നന്ദിയുണ്ട്. തുടർന്നും ഈ സന്ദേശങ്ങൾ DVD-യിലൂടെ, യൂട്യൂബിലൂടെ, ഹാർവസ്റ്റ് TVയിലൂടെ കാണുന്ന നിങ്ങൾക്ക് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു അതൊരു അനുഗ്രഹമായിരിക്കും, വിടുതലായിരിക്കും. സ്വർഗം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മരുഭൂമിയിൽ അർദ്ധപ്രാണന ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടണച്ചു. എന്റെ ഹൃദയത്തെ തോടുവാ, മുറിവിൽ തലോടുവാ, യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്നും യേശുവേ ഞാൻ
ശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരൻ യേശു. എനിക്കൊരു ഉത്തമ ഗീതം എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർ പൂ പോലെ. ഹല്ലേലൂയ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാനെന്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനാ കാത്തിരുന്ന് സ്നേഹമെന്നിൽ ദീനം തോറും വർദ്ധിച്ചിടും. ചേർന്ന് പാടിയേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാനെന്റെ പ്രിയൻ. വർഷിപ്പും കരങ്ങൾ ഉയർത്തി. ആ നല്ല നാളിനാ കാത്തിരുന്ന് സ്നേഹമെന്നെ അവൻ തൊട്ടവരൊക്കെ എഴുന്നേറ്റ് നിന്ന് എന്നോട് ചേർന്ന് പറയട്ടെ. എന്റെ ഹൃദയത്തെ തോടുവാൻ, മുറിവിൽ താലോടുവാൻ, യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവേ ഞാനൊരിക്കലും നിനച്ചതില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള നാം, എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരൻ. അവനോടാ നമുക്ക് കാര്യമുള്ളത്. 10,000-ൽ ശ്രേഷ്ഠൻ, 10,000-ൽ അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം. എല്ലാ കരങ്ങളും ഉയർത്തി ആ പ്രിയനോട് പറഞ്ഞേ. അവൻ എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരൻ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ 5 വർഷമായി ഈ ഷാർജ പട്ടണത്തിൽ ദൈവം തന്ന ഒരു പ്രത്യേക ആലോചന, ദർശനം ചില ദൈവദാസന്മാരുമായി ഷെയർ ചെയ്തു. അവരും ചില സഭകളും ഒരുമിച്ച് ഈ ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുക, ദേശത്തിലുള്ള ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, ദൈവസഭകൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ലക്ഷ്യത്തോടെ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ചെറിയൊരു ഹാളിൽ ഉപവാസ പ്രാർത്ഥനയായി ആരംഭിച്ചു. 2012 ദൈവം പ്രത്യേകമായി സംസാരിച്ചതനുസരിച്ച് ഒരു പ്രെയർ കോൺഫറൻസ്
എന്ന പേര് കർത്താവ് പറഞ്ഞപ്പോൾ ഒരു കോൺഫറൻസ് നടത്തുവാൻ ആഗ്രഹിച്ചു. എങ്ങനെ എന്ത് എന്നറിയാതിരുന്ന ആ സമയത്ത് കർത്താവിൻ്റെ ദാസൻ ബാബു ചെറിയൻ പാസ്റ്ററേയും പാസ്റ്റർ ബിച്ചി അഞ്ചൽ, ഇന്ന് നിത്യതയിൽ പ്രവേശിച്ച പ്രിയ ചിക്കു കുര്യാക്കോസ്, ഡോക്ടർ ബ്ലസ്സൻ മേമന, അവർ 4 പേർ ഈ പട്ടണത്തിൽ കടന്നു വന്നു. അവർ കരം ചേർത്ത് ആര് ശുശ്രൂഷിക്കുന്നു എന്ന് നോക്കാതെ, യാതൊരു പ്രോഗ്രാം ഷീറ്റുമില്ലാതെ ചൊവ്വാഴ്ച രാത്രി തുടങ്ങിയ മീറ്റിംഗ് വ്യാഴാഴ്ച രാത്രി അവസാനിക്കുമ്പോൾ മറക്കുവാൻ കഴിയാത്ത നല്ല അനുഭവങ്ങളായിരുന്നു. കർത്താവ് ആ മീറ്റിംഗിൽ വലിയവ ചെയ്തു. അന്ന് അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞു, അടുത്ത വർഷവും ഇതേ ദൈവദാസന്മാരുമായി കോൺഫറൻസ് നടത്തണം. ഈ വർഷത്തിന്റെ പ്രാരംഭ നിമിഷം മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇതിന്റെ അധികാരികളോട് ഈ ഹോളിനെ കുറിച്ച് സംസാരിച്ചു. വളരെ സന്തോഷത്തോടെ അവരത് ഏറ്റെടുത്തു. ഞങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രോഗ്രാം ഷീറ്റൊക്കെ ചെയ്തതിന് ശേഷം പെട്ടെന്ന് ചിന്തിച്ചു, എല്ലാ എമിറേറ്റ്സിലും പോയി ഒരു പ്രാർത്ഥനയും ആരാധനയും നടത്തണം, പ്രയർ ആൻഡ് വർഷിപ്പ്. അങ്ങനെ ചെയ്തു വന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച അവസാന നിമിഷങ്ങൾ എത്തിയപ്പോൾ വ്യാഴാഴ്ച രാത്രിയിൽ റാസൽ കൈമ സെന്റ് ലൂക്ക് ചർച്ചിൽ തുടക്കം മുതൽ നിറഞ്ഞു കവിഞ്ഞ ദൈവസാന്നിധ്യത്തിന്റെ നടുവിൽ ആ പട്ടണത്തിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ 2 കൺവെൻഷൻ നടത്തി. ബാബു ചെറിയൻ പാസ്റ്ററേയും സുരേഷ് ബാബു പാസ്റ്ററേയും വെച്ച്. എന്നാൽ അതിന് വ്യത്യസ്തമായി വളരെ പ്രാർത്ഥനയുടെ ഫലം എന്നതുപോലെ ആ ഹോളിലേക്ക് ജനത്തെ ഒഴുക്കിക്കൊണ്ടുവന്നു. പിറ്റേന്ന് അതിന്റെ അധികാരികൾ ചോദിച്ചു, ഇത്രയും മലയാളികൾ റാസൽ കൈമയിൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അത്രയൊരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്തു. ശനിയാഴ്ച രാത്രി അബുദാബിയിൽ ഇവാഞ്ചലിക്കൽ ചർച്ചിലും അതുപോലെ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്തു. അവിടെ ആരാധന കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി തുടങ്ങുമ്പോൾ ഒരു ദൈവദാസൻ വന്ന് പറഞ്ഞു, ഡൽഹിയിൽ UP-യിൽ നമ്മുടെ ചില ദൈവദാസന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. മറ്റെല്ലാം മാറ്റിവെച്ച് ഇടുപ്പ് നിന്ന് കരയുവാൻ ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. മീറ്റിംഗ് അവസാനിക്കുമ്പോൾ അവർ 8 പേരെയും ഫ്രീ ആയി വിട്ടു. പത്രോസിന്റെ തടവറയ്ക്കകത്തേക്ക് ഇറങ്ങിയ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്നത് ആത്മാവിൽ കണ്ടു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ഒരു വെളിപ്പാട് കണ്ട് അങ്ങനെ ദൂതൻ ഇറങ്ങുന്നതും വാതിൽ തുറക്കുന്നതായി കണ്ടു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കർത്താവ് അതിന്റെ മേൽ വലിയവ ചെയ്തു. ദൈവം തന്ന അതേ തീമാണ് കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. നിങ്ങളുടെ ഇടയിൽ എപ്പഫ്രാസ്, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. ഉറപ്പായി കഴിഞ്ഞ 2012 അവസാന നിമിഷം സൗഖ്യത്തിനല്ല, വിടുതലിലല്ല, ജോലിയോടുള്ള ബന്ധത്തിൽ സുവിശേഷ വേലയ്ക്കായി ഒരു ആഹ്വാനം കൊടുത്തപ്പോൾ 250-ലധികം പേർ ഇവിടെ നിരന്ന് നിന്ന് മണിക്കൂറുകൾ അഭിഷക്തന്മാർ കരം വെച്ച് പ്രാർത്ഥിച്ചത് ഇന്നും ഓർക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഈ വർഷം ആത്മാവിൽ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ചിലർ എഴുന്നേൽക്കാൻ പോകുകയാ. പ്രാർത്ഥനയിൽ പോരാടുന്ന ചിലർ എഴുന്നേൽക്കാൻ പോകുകയാ. അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി, അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലെ ദൈവദാസനും കുടുംബത്തിനു വേണ്ടി, അവർ ആയിരിക്കുന്ന ദേശത്തിന് വേണ്ടി, അവർ ജനിച്ചു വളർന്ന സ്വന്തം ഗ്രാമത്തിന് വേണ്ടി, ഈ ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്ന സമയം വേർതിരിക്കുന്ന എപ്പഫ്രാസുമാർ നമ്മുടെ നടുവിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ച് ഇന്ന് രാത്രി ആ വിശ്വാസം ഒന്ന് പ്രഖ്യാപിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകളെ നിർത്തുകയാ. ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ നാം ക്ഷണിക്കപ്പെട്ട എല്ലാ കർത്താവിന്റെ ദാസന്മാരുണ്ട്. ഈ പട്ടണത്തിൽ കർത്താവിന്റെ വേലയിൽ അതിശക്തമായി കർത്താവ് ഉപയോഗിക്കുന്ന അഭിഷക്തന്മാരുണ്ട്. എല്ലാവരും ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഈ പട്ടണത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികൾക്കായി സ്തോത്രം. പ്രാരംഭത്തിൽ ഈ കോൺഫറൻസ് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ ഈ വർഷിപ്പ് സെന്ററിന്റെ ചെയർമാൻ, ഷാർജ IPC വർഷിപ്പ് സെന്ററിന്റെ സീനിയർ പാസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ വിൽസൺ ജോസഫ് പാസ്റ്ററെ ക്ഷണിക്കുന്നു. പ്രത്യേക വേദിയിലായിരിക്കുന്ന അനേക കർത്താവിന്റെ ദാസന്മാര്, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, വളരെ ബഹുമാനിക്കുന്ന ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല, പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണല്ലോ. പ്രത്യേക ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന ക്രിസ്തുവിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KP ജോസ് നാട്ടിൽ നിന്ന്
US നിന്ന് UK നിന്ന് കടന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠന്മാരാകുന്ന കർത്തൃദാസന്മാർ, പ്രത്യേക ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്തൃദാസന്മാരാകുന്ന പശുപാബിച്ചെറിയാൻ, പശു ജോൺസൺ ഡാനിയൽ, മറ്റ് വിശിഷ്ടരായിട്ടുള്ള കർത്തൃദാസന്മാർ, അനുഗ്രഹിക്കപ്പെട്ട കൊയർ, വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു മിനിറ്റ് ഒരു വാക്ക് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് ദൈവവചനം സംസാരിച്ചു കൊണ്ടിരുന്നു. അമ്മയുടെ ഗർഭം മുതൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരു വ്യക്തി, കാലിനൽപ്പം പോലും ബലമില്ലാത്ത ഒരു വ്യക്തി, ഗർഭം മുതൽ മുടന്തനായിട്ടുള്ള ആ വ്യക്തി പൗലോസിനെ ഉറ്റുനോക്കി. പൗലോസ് അവനോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുവാൻ പറഞ്ഞു. എഴുന്നേൽക്കുവാൻ പറഞ്ഞപ്പോൾ വചനത്തിന്റെ ശക്തി അവനിലേക്ക് വ്യാപരിച്ചു. അവൻ ചാടി എഴുന്നേറ്റു, അവൻ കുതിച്ചു ചാടി, അവൻ ഓടുവാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം, ഇന്നുവരെ നടന്നിട്ടില്ലാത്ത, ഒരിക്കലും നടന്നിട്ടില്ലാത്ത വ്യക്തി അവൻ ഓടിച്ചാടിയെങ്കിൽ ഇന്നുവരെ നടന്നിട്ടില്ലാത്ത ചില വസ്തുതകൾ ഈ ദിവസങ്ങളിലൂടെ നടക്കുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസം ആരംഭിക്കുന്ന ഈ പ്രാർത്ഥനാ യോഗം നാളെ അടുത്ത ദിവസങ്ങളിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധേറിയ പ്രാർത്ഥന, പോരാടിയുള്ള പ്രാർത്ഥന അനേകർക്കൊരു വിടുതലായി തീരട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ചില നാളുകളായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹായോഗത്തിന്റെ ആരംഭ നിമിഷത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നല്ലോ. കർത്താവേ, അവിടുന്ന് എത്ര വലിയവനാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടുവാൻ അവിടുന്ന് ചെയ്ത എല്ലാ അവസരങ്ങളെയും ഓർത്ത് നന്ദിയോടെ പിന്നെയും ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ആരംഭിക്കുന്ന ഈ മഹായോഗം അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ, കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി, അതൊരു വിടുതലായി മാറുവാൻ സ്വർഗം കൃപ ചെയ്യണമേ. ദൈവത്തിന്റെ ദാസന്മാര് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇന്നുവരെ നടന്നിട്ടില്ലാത്ത, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ ആത്മീയ അനുഗ്രഹം ഈ ദിവസങ്ങൾ ഇവിടെ നടക്കണമേ. ഈ ദേശത്ത് ഒരനുഗ്രഹമായത് മാറണമേ. ഉണർവിന്റെ ഒരു വലിയ കാറ്റ് ഈ ദേശത്ത് വീശണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നടക്കണം. ആദ്യ നൂറ്റാണ്ടിലെ അതേ അനുഭവം ഈ ദിവസങ്ങൾ ഇവിടെ വെളിപ്പെടണമേ. ഞങ്ങളുടെ വിശ്വാസ കണ്ണുകളാൽ അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മഹായോഗത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസൻ UK-യിൽ ഏജിയോടുള്ള ബന്ധത്തിൽ പല കോൺഫറൻസുകൾ നടത്തുകയും ശുശ്രൂഷയിൽ ശക്തമായി കർത്താവ് ഉപയോഗിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ബിനോയ് എബ്രഹാം പാസ്റ്ററും, അതിനുശേഷം ഈ കാലഘട്ടത്തിൽ അനേക പ്രാർത്ഥനാ സമ്മേളനങ്ങൾ നടത്തി അനേക യൗവനക്കാരെ പ്രാർത്ഥനാ പോരാളികളാക്കുന്ന പ്രാർത്ഥനാ സമ്മേളനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും കഴിഞ്ഞ പ്രാർത്ഥനാ സമ്മേളനത്തിൽ അതിശക്തമായി കർത്താവ് ഉപയോഗിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജി അഞ്ചൽ അവர்கள் ചില വാക്കുകൾ പറയും. അതിനുശേഷം ഡോക്ടർ ജോൺസൺ ഡാനിയൽ അവர்கள் അമേൻ, അതിനുശേഷം കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ബാബു ചെറിയാൻ അവர்கள் അമേൻ നമ്മോട് മുഖ്യ സന്ദേശം പറയും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഷാർജയിൽ നടക്കുന്ന പ്രയർ കോൺഫറൻസിൽ ഒരു അതിഥി ശുശ്രൂഷകനായിട്ടല്ല ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനും കുടുംബവും സഭാംഗങ്ങളും പ്രവർത്തകരും ഈ രാജ്യത്തുള്ളതിനാൽ അവരുടെ കൂടെ ചേർന്ന് ഒരു പ്രാർത്ഥന പങ്കാളിയായി നിൽപ്പാനാണ് പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഉണർവിന്റെ ചരിത്രം ഉറങ്ങുന്ന വെയിൽസിൽ ഒരു ചെറുപ്പക്കാരൻ തന്റെ യൗവന പ്രായത്തിൽ സ്കൂൾ ജീവിതത്തിൽ പ്രാർത്ഥന ആരംഭിച്ചു. നീണ്ട 12 വർഷത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായി തന്റെ 23-ാമത്തെ വയസ്സിൽ രാജ്യത്തെ ദൈവം സന്ദർശിച്ചു. ലോക രാജ്യങ്ങളെ ദൈവം സന്ദർശിച്ചു. അതാണ് വെയിൽസിലെ ഉണർവെന്ന ചരിത്രം. ആ ചരിത്രത്തിന്റെ സ്ഥലത്ത്, ആ രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ലോകത്തിലെ അഥവാ യൂറോപ്പിലെ ഏറ്റവും വലിയ സാത്താൻ സഭ ഉണ്ടെന്ന് പറയുന്നത് ആ രാജ്യത്തിലെ ക്യാപിറ്റൽ സിറ്റിയിലാണ്. ശ്രദ്ധിക്കണം,
ആലയങ്ങൾ പൂട്ടിപ്പോയി, പള്ളികൾ അടഞ്ഞുപോയി, അനേക ആലയങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവമഹത്വം ഉയർത്തിപ്പിടിക്കുവാൻ ആളുകൾ രാജ്യത്തില്ലാതെയായി. എവിടെ ജനം പ്രാർത്ഥിപ്പാൻ ഒന്നിച്ചുകൂടുന്നുവോ, എവിടെ ജനം ആരാധിപ്പാൻ ഒന്നിച്ചുകൂടുന്നുവോ, അവിടെ ദൈവമഹത്വം ഇറങ്ങി വരികയാണ്. ദൈവമഹത്വം ഉയരുമ്പോൾ ദൈവം രാജ്യങ്ങളെ സന്ദർശിക്കുകയാണ്. UAE പട്ടണത്തെ ദൈവം അധികമായി സ്നേഹിക്കുന്നു. എന്തുകൊണ്ടും ഈ പ്രെയർ കോൺഫറൻസ് ദിനങ്ങൾ പൂർണ്ണ ഐക്യതയോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ശക്തിയോടെയും നാം ഒന്നിച്ചു നിന്ന് ദൈവത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുമ്പോൾ യഹോവ ഇറങ്ങി നമ്മുടെ നടുവിൽ നടന്ന് ഈ രാജ്യത്തെ ദൈവം സന്ദർശിക്കും. അടുത്ത ഒരു തട്ടിലേക്ക് ദൈവം കൊണ്ടുപോകും എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ സകല മഹത്വവും നമുക്ക് യഹോവയ്ക്ക് കൊടുക്കാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 5-ാം വാക്യം വായിച്ച് ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് ഈ കോൺഫറൻസിൽ വന്നപ്പോൾ തന്നൊരു സന്ദേശമുണ്ട്. അടുത്ത ദിവസങ്ങൾ സമയം അനുവദിക്കുന്ന പോലെ നിങ്ങളുടെ മുമ്പിൽ അത് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തിന് ലഭിക്കേണ്ട മഹത്വം പിശാച് തട്ടിപ്പറിച്ച് ഈ ലോകത്തിലെ അധികാര സ്ഥാനങ്ങളിലേക്കും ഈ ലോകത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. നാമോ ദൈവത്തെ അറിഞ്ഞ നാം ഈ മഹത്വം പൂർണ്ണമായി നമ്മുടെ ദൈവത്തിന് കൊടുക്കുക. അപ്പോൾ ദൈവം ഇറങ്ങി വരുന്നു. അപ്പോൾ ദൈവം മഹത്വത്തിൽ വസിക്കുന്നു. ദൈവം മഹത്വത്തിൽ ഇറങ്ങി വരുമ്പോൾ സമാധാനം, സന്തോഷം, രാജ്യത്തിന് സമാധാനവും വിടുതലും ദൈവം നൽകുന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 5-ാം വാക്യം, മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. ഈ ദിവസങ്ങളിൽ യഹോവ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുകയാ. ദൈവത്തിന്റെ മഹത്വം പൂർണ്ണമായി സ്വർഗത്തിൽ നമ്മിൽ നിന്ന് ലഭിക്കുമ്പോൾ നമ്മുടെ ദൈവം ഇറങ്ങി വന്ന് ഈ രാജ്യത്തെ സന്ദർശിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ചെറിയ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ നാവുകൾ ചലിപ്പിച്ച് ഹൃദയങ്ങൾ ചലിപ്പിച്ച് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ യഹോവയ്ക്ക് കൊടുക്കേണ്ട മഹത്വം പൂർണ്ണമായി കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ദൈവത്തിന് വേണ്ടി നമുക്ക് നേടാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുവിശേഷങ്ങളിൽ മർക്കോസ് മാത്രം ഗത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സൂക്ഷ്മമായി എഴുതിയ ഒരു പദമുണ്ട്. അത് യേശുക്രിസ്തു ചോദിച്ചതാ. ശീമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴികയെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? നിങ്ങളെന്ന പദം മറ്റ് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു. മർക്കോസിൽ നമ്മൾ വായിക്കുന്നത് നീ. ശീമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? കാലഘട്ടങ്ങളെ വിവേചിക്കാൻ, തലമുറയെ സ്വാധീനിക്കുന്ന സംസ്കാരത്തിന്റെ പിന്നിൽ നിൽക്കുന്ന പൈശാചിക തലങ്ങളെ ശ്രദ്ധിക്കാൻ, ജീവൻ നഷ്ടപ്പെട്ട് ചടങ്ങുകൾക്ക് വഴിമാറിയ തിരുസഭയുടെ ശുശ്രൂഷകൾക്ക് ദൈവിക ജീവനെ പകരുന്ന പ്രാർത്ഥന നടത്താൻ, ഇതിനെല്ലാം ഒരാൾക്ക് കഴിയണമെങ്കിൽ ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന വെളിപ്പാടിലേക്ക് നാം വരണം. എന്നെ ദൈവം പ്രതീക്ഷിക്കുന്നു. മറ്റു പലരും പ്രതീക്ഷിക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, അതറിയേണ്ട കാര്യം എനിക്കില്ല. ദൈവം പ്രതീക്ഷിക്കുന്നു. ശിമോനെ, മറ്റു പലരും ഉറങ്ങുന്നുണ്ടാകാം, എന്നാൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നീ അസാധാരണമായ ദൈവിക ഇടപെടലുകൾക്ക് വിധേയപ്പെട്ട നീ, ആഴമായ വെളിപ്പാടുകൾ സ്വീകരിച്ച നീ, ഞാൻ അത്ഭുതം ചെയ്തപ്പോഴും അതിന്റെ നടുവിൽ അനുതപിക്കാൻ തയ്യാറായ നീ, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും എന്ന് എന്നോട് ചോദിച്ച നീ, അത് ക്രിസ്തു ശ്രദ്ധിക്കുന്നു.
ദൈവൈതലേ, ഒരുപക്ഷെ അടുത്തിരിക്കുന്നവർ, നിന്റെ സഹവിശ്വാസികൾ, നീ ഉൾപ്പെട്ടു നിൽക്കുന്ന വലിയ സമൂഹത്തിലെ ഉന്നതർ, ഇതൊന്നും ദൈവം ഇന്ന് രാത്രി നമ്മോട് ചോദിക്കുന്നില്ല. കുഞ്ഞേ, നീ ഉറങ്ങുന്നോ? അസാധാരണമായ ഒരു പ്രാർത്ഥനയുടെ നിലയിലേക്ക് ഉണർന്നിരിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുമ്പോൾ, അങ്ങനെ ഒരു ഉത്തരവാദിത്വത്തിന്റെ വെളിപ്പാട് ആത്മാവിൽ സ്വീകരിക്കാൻ ആർക്കെങ്കിലും കഴിയുന്നെങ്കിൽ അവരെ കർത്താവ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു വെളിപ്പാടിലേക്ക് പൗലോസെ നിങ്ങൾക്ക് കയറി വരാൻ കഴിഞ്ഞതുകൊണ്ട് തടവറയുടെ തണുപ്പിനകത്തും ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് രാജ്യങ്ങളെ സ്പർശിച്ചത് ഞങ്ങൾ കണ്ടു. കാരാഗ്രഹത്തിന്റെ തണുത്ത തറയിലിരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ദേശങ്ങളെ വിടുവിച്ചത് ഞങ്ങൾ കണ്ടു. കൂടെ ആരുണ്ടായിരുന്നോ എന്നുള്ളത് നിങ്ങളെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആരുമില്ലാതിരുന്ന തടവറയുടെ അകത്തളങ്ങളിൽ ഇരുന്നപ്പോഴും പ്രാർത്ഥനാനിരതനായി നിങ്ങൾക്കിരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തെ ഞങ്ങൾ കണ്ടു. ഈ തലമുറയിലും നമ്മിൽ ആരെയൊക്കെയോ സ്വർഗം അങ്ങനെ കാണുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർക്ക് ഇന്ന് രാത്രി എന്നോട് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല കർത്താവെ, ഞങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനകളല്ല, എന്നാൽ ദൈവിക വെളിപ്പാടിൽ ആത്മനിയോഗത്തിൽ ആത്മമണ്ഡലത്തെ വിവേചിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ധ്യാനിക്കുന്ന വചനത്തിന്റെ ഉൾക്കാഴ്ചയ്ക്ക് അനുസരിച്ച് ആത്മാവിൽ ജാഗരിക്കാൻ കർത്താവിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇത് സാധാരണ പ്രാർത്ഥന എന്നതിനേക്കാൾ അപ്പുറം ഒരു പ്രാർത്ഥനയുടെ പോരാട്ടമായി മാറുന്നത് കൊണ്ട് കീഴടങ്ങുന്ന മേഖലകളെ ആത്മാവിൽ കണ്ടു പ്രാർത്ഥിക്കാൻ, വിടുവിക്കപ്പെടേണ്ട തലമുറകളെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ, വിടുതൽ സംഭവിക്കേണ്ട മേഖലകളെ ആത്മാവിൽ അറിഞ്ഞു പ്രാർത്ഥിക്കാൻ, പണിതുയർത്തേണ്ട മതിലുകളെയും പണിതുയർത്തേണ്ട ആലയത്തെയും ഇറങ്ങി വരേണ്ട മഹത്വത്തെയും ആത്മാവിൽ മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളെ ഉണർത്തുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ബലപ്പെടുത്തും യേശുവിൻ നാമത്തിൽ, ആമേൻ. സർവ്വനന്മകൾക്കും കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഒരുമിച്ച് ശക്തിയോടെ ചേർന്ന് പാടിയാട്ട്. സർവ്വനന്മകൾക്കും സർവദാനങ്ങൾക്കും യേശുവേ, അങ്ങേ ഞാൻ ശക്തിയോടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചിടുന്നു. ദീനവും പരനേ നന്ദി. ഇരു കരങ്ങളെ ഉയർത്തി ശക്തിയോടെ പാടിയാണ്ട് ശബ്ദം ഉയർത്തി. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദീനവും പരനേ ആഴിയാഴത്തിൽ ആ ഹൃദയത്തിന്റെ അടുത്ത് ചോർന്ന പടിയാണ്ട് കാര്യങ്ങളെ ഉയർത്തി നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. കോരിരുൾ എന്നെ മാറാൻ പീഡിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കോരിരുൾ എന്നെ മാറാൻ പീഡിച്ചു. താതൻ തിരുകരം, താതൻ തിരുകരം തേടിയേ
മാർവോടു ആ കാര്യങ്ങളെ വീശിക്കൊണ്ട് പാടിയാണ്ട് കരങ്ങൾ ഉയർത്തി. താതൻ തിരുകരം ആ കാര്യങ്ങളെ വീശി ശക്തിയോടെ ഹല്ലേലൂയ. ഇരു കാര്യങ്ങളും സ്വർഗത്തിലെ പുറത്ത് വീശിക്കൊണ്ട് പാടിയാണ് സർവ്വ നന്മകൾക്കും അവന്റെ ഉപകാരങ്ങളെ നന്മകളെ ഓർത്തുകൊണ്ട് ശക്തിയോടെ സന്തോഷത്തോടെ ഹല്ലേലൂയ ഹൃദയം നിറഞ്ഞ കവിയട്ടെ നന്ദിയോടെ. യേശുവേ സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ എൻ യേശുവേ. ചേർന്ന് പടിയാട്ട് അങ്ങേ ഞാൻ ഇരു കാര്യങ്ങളിൽ വർത്തി വീശിക്കൊണ്ട് പാടിയാട്ട് അങ്ങേ ഞാൻ അങ്ങേ ഒരിക്കൽ കൂടെ അവസാനമായി ചേർന്ന് പാടിയാട്ട് അങ്ങേ ഞാൻ അങ്ങേ ആ കാര്യങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് കാര്യങ്ങളെ തട്ടി ശക്തിയോടെ അന്യഭാഷകളിൽ അഭിഷേകം പ്രാപിച്ച ദൈവദാസന്മാർ അഭിഷേകന്മാർ കുഞ്ഞുങ്ങൾ യുവതികൾ യുവാക്കന്മാർ ആത്മാവിന്റെ ബലത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് ചില നിമിഷങ്ങൾ അഭിഷേകം പ്രാപിച്ചവർ ആത്മഭാഷിയോടെ നമ്മൾ ആരാധിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാ. ഓ ഹല്ലേലൂയ ശക്തിയോടെ ശക്തിയോടെ ആരാധിച്ച് ക്ഷീണിക്കുകയല്ല. മേൽക്കുമേൽ ശക്തി മേൽക്കുമേൽ കൃപ മേൽക്കുമേൽ അഭിഷേകം. രക്തത്താൽ ജയമെടുക്കുന്നു യേശുവിന്റെ രക്തത്താൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കാര്യങ്ങളെ ഇവർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ട് തകർത്തിടി മുഴക്കം പോലെ സ്വർഗത്തിൽ കേട്ട ശബ്ദം പോലെ വലിയ പുരുഷാരത്തിന്റെ ആരവം പോലെ. ഹല്ലേലൂയ. Please be seated. ദയവായിരിക്കാം. Surely the presence of the Lord is here. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അത് അനുഭവിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. അവരെ കാര്യങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. ഇടവും വലവിരിക്കുന്നവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നീ അനുഭവിക്കാതെ പോകരുത്. ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ടതായ രാത്രി സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കർത്താവിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതായ എന്റെ സ്നേഹിതൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KP ജോസ് അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതി. ഞങ്ങൾ ഒരു ലോക്കൽ സഭാ വിശ്വാസികളും ഞങ്ങൾ ബന്ധുക്കളും ഞങ്ങൾ നെയ്ബേഴ്സും ചെറുപ്പകാലം മുതൽ ഒരുമിച്ച് വളർന്നവരാണ്. ആ പ്രിയ മകനോടെ സംഘടിപ്പിക്കുന്നതായ ഈ അനുഗ്രഹിക്കപ്പെട്ടതായ കോൺഫറൻസിൽ എന്നെ ക്ഷണിച്ചു. ഞാനിവിടെ കടന്നു വന്ന സംബന്ധിപ്പാൻ ഇടയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ എനിക്ക് പരിചയമുള്ളതായ 100 കണക്കിന് വ്യക്തികൾ ദൈവദാസന്മാരുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഗൾഫ് രാജ്യത്ത് വരുന്ന. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഇൻവിറ്റേഷൻ ഇല്ലായിട്ടല്ല. 25 വർഷമായിട്ട് ഇൻവിറ്റേഷൻ ഉണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് വരാൻ. ഇപ്പോഴാണ് ദൈവം എന്നെ അയച്ചത്. ഫസ്റ്റ് ടൈം വന്നതാണ്. ഫസ്റ്റ് ടൈം. നമ്മൾ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഒരു ചിന്ത പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇരിക്കാൻ. കർത്താവിന്റെ ദാസൻ ദൈവനെ ശുശ്രൂഷിക്കും. യേശുവിനെ ക്രൂശിച്ച ശേഷം മരിച്ച ശേഷം യേശുവിനെ യോസഫിന്റെ കല്ലറയ്ക്കുള്ളിൽ വെച്ചു. യോസഫിനെ കല്ലറയ്ക്കുള്ളിൽ വെച്ച ശേഷം ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടി 3 കാര്യങ്ങൾ ചെയ്തു. പീലാത്തോസിന്റെ ഒക്കെ പറഞ്ഞ കാര്യം എന്തൊക്കെയാ അറിയാം. 3 കാര്യങ്ങളും ആരംഭിക്കുന്നത് എസ്സിലാണ്. എസ്സിൽ നിങ്ങൾ ഓർക്കാൻ വേണ്ടി പറയുക. എസ്സിലാണ് ആരംഭിക്കുന്നത്. 1, വലിയൊരു പാറ പിടിച്ചു വെച്ചു. അതിന് നമുക്ക് റോക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്റ്റോൺ എന്നും പറയാം. സ്റ്റോൺ എല്ലാം ചേർന്ന് പറഞ്ഞേ.
അങ്ങനെ ഞഞ്ഞാ കുഞ്ഞാന്നും പറഞ്ഞാൽ മതില്ല. സ്റ്റോൺ. ഉറക്കെ പറ. ഇംഗ്ലീഷ് പറയാൻ അറിയാൻ മേത്ത അമ്മച്ചിമാരൊക്കെ ഇംഗ്ലീഷ് പഠിച്ചു. സ്റ്റോൺ എന്ന് പറ. സ്റ്റോൺ. യേശുവിന്റെ കല്ലറയുടെ മുമ്പിൽ വലിയൊരു പാറ പിടിച്ചു വെച്ചു, ഒരു സ്റ്റോൺ പിടിച്ചു വെച്ചു. രണ്ടാമത് ആ സ്റ്റോണിന്റെ പുറത്ത് ഇമ്പീരിയൽ മുദ്ര വെച്ചു. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് സീൽ. പറ. ഉറക്കെ പറ. സീൽ. ഒന്നാമത്തെ എന്തുവാ? രണ്ടാമത്തെ എന്തുവാ? ഇത് രണ്ടും കഴിഞ്ഞ് എഴുന്നേറ്റ് വരുവാന്നില്ല. അന്നേരം വെട്ടി വീഴ്ത്താൻ വേണ്ടി പട്ടാളക്കാരെ നിർത്തി. അതെന്തുവാ? സോൾജിയേഴ്സ്. സോൾജിയേഴ്സ്. അപ്പൊ സ്റ്റോൺ വെച്ചു, സീല് വെച്ചു, സോൾജിയേഴ്സ് നിർത്തി. അടുത്ത ഞാൻ ദൂത് പറയുന്ന കാര്യത്തിൽ പറയുമ്പോൾ ദൈവമക്കൾ ദൈവത്തെ സൂക്ഷിച്ചോണം. പുറത്ത് വെച്ചത് ഒരു പാറയുടെ കഷ്ണമാണ്. പക്ഷെ റോമ ഗവൺമെന്റിന് അറിയത്തില്ല അകത്തിരിക്കുന്ന ആരാണെന്ന്. അവന്റെ പാറക്കഷ്ണമല്ല, യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവാ. അവൻ അകത്തിരിക്കുന്ന യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവാ. യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനെ ഒരു പാറക്കഷ്ണം വെച്ച്, ഒരു ചെറിയ പാറയുടെ പീസ് വെച്ച് അടയ്ക്കാൻ ശ്രമിക്കുന്നെങ്കിൽ നിനക്ക് തെറ്റിപ്പോയി. അകത്തിരിക്കുന്നവർ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവാ. ഓ, അവരെ ആരാധിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനെ ഒരു ചെറിയ പാറക്കഷ്ണം വെച്ച് ഒതുക്കാൻ ശ്രമിക്കുന്നവൻ. റോമൻ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്ര പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ എന്തോ ഏതാണ്ട് മെഴുകൊണ്ടുണ്ടാക്കിയ ഇമ്പീരിയൽ മുദ്ര. പക്ഷെ അകത്തിരിക്കുന്നവൻ ആരാണെന്ന് ഞാൻ പറയുമ്പോൾ ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കണം. അവൻ തത്വത്തിന്റെ മുദ്രയാ അകത്തിരിക്കുന്നവൻ. അവൻ വേറെ ഒരു മുദ്രയല്ല, തത്വത്തിന്റെ മുദ്ര. യഥാർത്ഥ സീൽ അവനാ. ഓ ഹല്ലേലൂയ. ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവാ. അവൻ തത്വത്തിന്റെ മുദ്രയാ. കാവൽക്കൂട്ടത്തെ ആക്കി വെച്ചു കാക്കാൻ വേണ്ടി. എത്ര പേരുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, എനിക്കമ്മക്ക് അറിയാൻ വയ്യ. 10, 100, 200 ആയിക്കൊള്ളട്ടെ. റോമൻ ഗവൺമെന്റിന്റെ ചാപ്പാട് കഴിച്ച ഉണങ്ങിയ പട്ടാളക്കാര്, അല്ലെ പുഷ്ടിയുള്ള പട്ടാളക്കാര് 100, 200 കാവൽ നിൽക്കുന്നെങ്കിൽ അകത്തിരിക്കുന്നവർ ആരാണെന്ന് ഞാൻ പറയാം. യുദ്ധവീരനായ, സേനാവീരനായ, ലോർഡ് ഓഫ് ഹോസ്റ്റ്, സൈന്യങ്ങളുടെ യഹോവ. അവന്റെ സൈന്യം 1000 കോടിയുമാകുന്നു. അകത്തിരിക്കുന്നവർ സൈന്യ നായകനാ, സേനാ നായകനാ, യുദ്ധവീരനാ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൽ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വൻ രാജാവാർ ബലവാരി യുദ്ധവീരനായ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. അവരെ ആ 4, 3, 7 പട്ടാളക്കാരെ വെച്ച് ഒതുക്കാൻ ശ്രമിക്കുന്നത്. 2-3 ദിവസം നടക്കുന്ന പ്രയർ കോൺഫറൻസിന്റെ ഇൻട്രൊഡക്ഷൻ പറയാ. ഞാൻ കൂടി വരുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ആരെ ആരാധിക്കുന്ന? ജീവനുള്ള ദൈവത്തെ. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ കണ്ടാൽ അറിയാം. ജീവൻ പ്രാപിച്ച ദൈവമക്കളെ കണ്ടാൽ അറിയാം. ജീവൻ പ്രാപിച്ച ദൈവദാസന്മാരെ കണ്ടാൽ അറിയാം. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ഷെഖേന ഗ്ലോറി ഈ ഗ്രൗണ്ടിൽ ഇറങ്ങും. അത് അനുഭവിക്കുന്നവർ, അത് വിശ്വസിക്കുന്ന കാര്യങ്ങളെ എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഈ കോൺഫറൻസിൽ ക്ഷണിച്ച കർത്താവിന്റെ ദാസനോട് എന്റെ പ്രത്യേകമായി നന്ദി വന്ദനം അറിയിക്കുന്നു. അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ പട്ടണത്തിലുള്ളതായ എന്റെ വൈഫിന്റെയും കുഞ്ഞുങ്ങളുടെയും IPC ഹെബ്രോൺ സഭയുടെയും ചെറുവക്കൽ IPC വേമൂർ സെന്ററിന്റെയും ന്യൂ ലൈഫ് സെമിനാരിയുടെയും വന്ദനം ഇവിടെയുള്ളതായ ദൈവദാസന്മാരെ അറിയിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യമുള്ള തുടർന്ന് ദൈവത്തിന് വചനം നമ്മൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. പ്രാർത്ഥനയോടെ നമ്മൾ ദിവസത്തിലായിരിക്കാം. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രയർ കോൺഫറൻസിൽ പങ്കെടുക്കുവാൻ ദൈവദാസന്മാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ജോസ് പാസ്റ്റർക്കായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു. പ്രിയപ്പെട്ട വിൽസൺ ജോസഫ് പാസ്റ്റർക്കായിട്ട് സ്തോത്രം. ഞാൻ ഈ രാജ്യത്ത് ആദ്യമേ വന്നത് പാസ്റ്റർ വിൽസൺ ജോസഫിന്റെ അതിഥിയായിട്ടാണ്. ഇവിടെ വരുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ കൂടെ അല്പസമയമെങ്കിലും ചെലവഴിക്കാറുണ്ട്. ഈ ലഭിച്ച നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹീതരായ എന്റെ സ്നേഹിതരായ ദേവദാസന്മാരാണ് ഇവിടെയുള്ള എല്ലാവരും. ബഹുമാനപ്പെട്ട ജോൺസൺ ദാനിയൽ പാസ്റ്ററുടെ ഫെലോഷിപ്പ് വളരെ അനുഗ്രഹമാണ്. മറ്റ് കർത്തൃദാസന്മാർ, പാസ്റ്റർ ബിജി, അനുഗ്രഹിക്കപ്പെട്ട സഹോദരന്മാരായ ബ്ലസൻ, രൂഫസ്, എല്ലാവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യും.
ഇന്ന് പകലിൽ എന്നെ ഒരു സുഹൃത്ത് റൂഫോസ് നെറ്റില് ഫേസ്ബുക്കിലോ എവിടെയോ കൊടുത്ത ഒരു പോസ്റ്റ് എന്നെ കാണിച്ചു. അതില് ചിക്കുവിന്റെ പടം കൊടുത്തിട്ട് ചിക്കു ചോദിക്കുക, ഞാൻ മരിച്ചെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഞാൻ മരിച്ചിട്ടില്ല, എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു. സത്യത്തിൽ ഇന്നലെ റൂഫോസ് ദുബൈയിൽ പാടിയപ്പോ ഞാൻ കണ്ണടച്ചിരിക്കുക. എന്റെ വിചാരം ചിക്കുവോ പാടുന്നെന്നായിരുന്നു. അതേ സൗണ്ട്, അതേ പാട്ട്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കൊച്ച് വളരെ ചെറിയ കുട്ടിയാണ്. ഈ സൂട്ടൊക്കെ ഇട്ട് ഇവിടെ നടക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ചെറുപ്രായത്തിൽ ഒരുപാട് വേദന കടിച്ചിറക്കിയൊരു കുടുംബമാണ്. ചങ്ങനാശ്ശേരിയിൽ ഒരു കല്യാണത്തിന് ഞാൻ ദൈവവചനം പറയാനായിട്ട് ചെന്നപ്പോഴാണ് ചിക്കുവിനെ ശ്രദ്ധിച്ചത്. അതിനു മുമ്പൊക്കെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും ചിക്കുവിന് നിൽക്കാൻ മേല. ഒരു കാലിങ്ങനെ ചട്ടി നിന്നിട്ട് നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ എന്ന് പാടുക. പാടിയിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് വെച്ച് പറഞ്ഞു, നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ എന്ന് എല്ലാവിധ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്നവർ പാടുമ്പോൾ അതിന് വലിയ വിലയൊന്നുമില്ല. ദിവസം എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാതെ അതികഠിന വേദന ചവച്ചിറക്കിക്കൊണ്ട് പറയുകയാണ്, നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ പവർ. തിന്മ മാത്രമേ ജീവിതത്തിൽ കണ്ടുള്ളൂ, പക്ഷെ പാടുന്നത് നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ. ഇതെന്ത് സംഭവം? ഇതൊരു ഭയങ്കര സംഭവമാണ്. ലോകം തരുന്ന തിന്മ പോലും നന്മയാണെന്ന് വിശ്വസിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്നതാണ് എന്നിൽ പകർന്ന ദൈവകൃപ. ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കല്യാണം എല്ലാം കഴിഞ്ഞ് ചിക്കു വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് ദൈവം അത് പറയിപ്പിച്ചെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന കല്യാണത്തിന് വിളിച്ചവർ എന്നോട് പറഞ്ഞു, ക്യാൻസർ വന്ന കാര്യമൊന്നും പറയരുത്, കാരണം ഇതൊരു നല്ല ഫംഗ്ഷനാണ്. സന്തോഷ സമയത്ത് ഈ ക്യാൻസർ വന്നതോ അതൊന്നും ദയവ് ചെയ്ത് പറയരുത്, പാട്ട് മാത്രമേ പാടാവുള്ളൂ എന്ന് പറഞ്ഞു. ആ സഹോദരൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. പക്ഷെ സങ്കട, കർത്താവ് സൗഖ്യമാക്കിയത് പറയാതെ എങ്ങനെ പാടും? അവൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ കരുണയ്ക്കായിട്ട് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. റൂഫോസ് ഇന്നിവിടെ വന്ന് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ കഷ്ടപ്പെട്ട് ആത്മാർത്ഥതയോടെ ദൈവവേല ചെയ്ത ഒരു ദൈവദാസന്റെ മക്കളാണ് അവര്. ദൈവം അവരെ നിശ്ചയമായിട്ടും ഓർക്കും. കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെല്ലാവരും ദൈവത്താൽ നിയുക്തരാണ്. വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഉണ്ട്. ദൈവം നമ്മോടെല്ലാവരോടും വളരെ ശക്തമായിട്ട് സംസാരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു തുടക്കമാണല്ലോ. 1 പത്രോസ് 4 അധ്യായം 1 പത്രോസ് 4 അധ്യായം 7 വാക്യം. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കുന്നു. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പീൻ. പ്രാർത്ഥനയ്ക്ക് സുബോധം വേണം. അപ്പോൾ തന്നെ മെച്യൂരിറ്റി വേണം. നിർമ്മതർ എന്ന് പറഞ്ഞാൽ മതമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ പക്വതയുള്ളവനെന്നാണ് ശരിയായ അർത്ഥം. ആവേശം കൊണ്ടുള്ള പ്രാർത്ഥനയല്ല, ആവശ്യങ്ങളാലുള്ള പ്രാർത്ഥനയുമല്ല. വളരെ പക്വതയോടെ, സ്ഥിരതയോടെ, ഘനത്തോടെ, ലക്ഷ്യബോധത്തോടെ
1 മണിക്കൂർ 1/2 മണിക്കൂർ കൊണ്ട് നിർത്താനല്ല, ഒരു ജീവിതം മുഴുവനും പ്രാർത്ഥനയിൽ പോരാടുവാനുള്ള ഒരു ആഹ്വാനമാണ് പത്രോസ് നമുക്ക് തരുന്നത്. എന്താ സുബോധം എന്ന് പറയുന്നത്? പ്രാർത്ഥനയ്ക്ക് സുബോധം വേണമെന്ന് പറഞ്ഞ എന്താ? അതിന്റെ പുറകിലൊരു അനുഭവമുണ്ട്. അനുഭവമുണ്ട്. എന്താ അനുഭവം? ലൂക്കോസ് 22:31. ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു, അപേക്ഷിച്ചു. ഇതാണ് മറ്റേ വാചകത്തിന്റെ പശ്ചാത്തലം. പത്രോസിന്റെ ലേഖനമാണ് ഞാൻ 2015 പഠിച്ചുകൊണ്ടിരിക്കുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലായിടത്തും. എനിക്ക് അങ്ങനെ കർത്താവ് ഒരു നിയോഗം തന്നു. അപ്പോൾ പത്രോസിന്റെ കൂടെ ഞാൻ ഇങ്ങനെ നടക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായി, ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എല്ലാ വാക്കിന്റെയും പുറകിൽ സുവിശേഷത്തിൽ എന്തെങ്കിലും ഒരു സാധനം കാണും. സുവിശേഷത്തിൽ തനിക്ക് പറ്റിയ അബദ്ധങ്ങൾ, അനുഭവങ്ങൾ, സന്തോഷങ്ങൾ, വീഴ്ചകൾ, താഴ്ചകൾ, ഉയർച്ചകൾ, അംഗീകാരങ്ങൾ എല്ലാം ചേർത്താണ് ലേഖനത്തിലൂടെ വരികൾ പോണത്. കൊച്ചു ലേഖനമാണെങ്കിലും അത് വ്യാഖ്യാനിച്ചാൽ ബൈബിളിന്റെ മൊത്തം വലിപ്പത്തിലുണ്ടാവും. ഇവിടെ അദ്ദേഹം പറയണം, പ്രാർത്ഥനയ്ക്ക് സുബോധം വേണം. സുബോധം എന്ന് പറഞ്ഞാൽ തലയ്ക്ക് വെളിവ് വേണമെന്ന്. പ്രാർത്ഥനയ്ക്ക് സുബോധം വേണമെന്ന് എന്താ പറയുന്നതിന്റെ അർത്ഥം? പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നതിന്റെ പിഴ കെട്ടിയ അനുഭവം എനിക്കുണ്ടെന്ന് പത്രോസ് പറയും. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുവാനുള്ള ആഹ്വാനങ്ങൾ വന്നപ്പോൾ, പ്രാർത്ഥനയ്ക്കായുള്ള വിളി വന്നപ്പോൾ, പ്രാർത്ഥനയ്ക്കായുള്ള ആഹ്വാനങ്ങൾ വന്നപ്പോൾ, പ്രാർത്ഥനാ മീറ്റിങ്ങുകൾക്ക് വേണ്ടി വിളിച്ചപ്പോൾ അതിനെ നിസ്സാരമെന്ന് കണ്ടിട്ട് മറ്റു പലതിനും വേണ്ടി ഓടി. പിന്നീട് പിഴ കെട്ടേണ്ടി വരും. അത് വരാതിരിപ്പാൻ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ ആകുക. എന്താണ് പത്രോസിന്റെ പ്രശ്നം? യേശു തമ്പുരാൻ പറയാണ്, ശിമോനെ, സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ കൽപ്പന ചോദിച്ചു. എന്നാൽ നിന്നെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അനുവദിച്ചില്ല. ഇയ്യോബിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അനുവദിച്ചു. അവനെ എനിക്കറിയാം, നിന്നെ എനിക്കറിയാം. നിന്നെ അനുവദിച്ചാൽ പിന്നെ നിന്നെ എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഇടിവിൽ നിന്നു. എന്തിനാ ഇത് എന്നോട് പറഞ്ഞത്? നീ പ്രാർത്ഥിക്കാനല്ലേ? നീ കുറച്ചുകൂടെ കെയർഫുൾ ആകണം, നീ കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം. കുറെ സത്യങ്ങൾ അവിടെയുണ്ട്. നിന്നെ പാറ്റാൻ, നിന്നെ തകർക്കാൻ, നിന്റെ ശുശ്രൂഷയെ തകർക്കാൻ, നിന്റെ കുടുംബത്തെ തകർക്കാൻ ശത്രു പോരാടുന്ന കാര്യം നിനക്കറിയാൻ മേല, എനിക്കറിയാം. നാം കാണുന്നതല്ല കർത്താവ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ കാര്യം സുഖമായിട്ടാ പോണെങ്കിലും നാളെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ആരോഗ്യം നന്നായിട്ടാ പോണത്, പക്ഷെ നാളെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇന്ന് കമ്പനി കുഴപ്പമൊന്നുമില്ല, പക്ഷെ നാളെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇന്ന് ബാങ്ക് ബാലൻസ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നാളെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ടായിരിക്കും എവിടെ വെച്ചെങ്കിലും ആരിൽ കൂടിയെങ്കിലും പ്രാർത്ഥനയ്ക്കായി ഒരു ആഹ്വാനം നിന്റെ മേൽ വന്ന് വീഴുന്നത്. പ്രാർത്ഥനയ്ക്കായി ഒരു ആഹ്വാനം, പ്രാർത്ഥനയ്ക്കായ ഒരു ആഹ്വാനം എവിടെ നിന്നെങ്കിലും വന്ന് നിന്നെ തട്ടുന്നുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയരുത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ആഹ്വാനം എവിടെ നിന്നെങ്കിലും നിന്റെ ചെവിയിൽ വന്ന് മുട്ടുന്നുണ്ടെങ്കിൽ അതിനെ തട്ടിക്കളയരുത്. ഒന്നുകൂടെ പറയാം, വളരെ ശാന്തമായിട്ട് പറയാം, വളരെ വ്യക്തമായിട്ട് പറയാം. പ്രാർത്ഥനയ്ക്കൊരു അവസരം, പ്രാർത്ഥനയ്ക്കൊരു ആഹ്വാനം, പ്രാർത്ഥനയ്ക്കൊരു ചാൻസ് നിനക്ക് കിട്ടുമ്പോ അതിനെ എന്തായി കാണണം? ദൈവം എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചതാണെന്ന് നീ അറിയണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം എനിക്കൊരു അവസരം തന്നതാണെന്ന് അറിയണം. പ്രാർത്ഥനയെക്കുറിച്ച് എന്തറിയാം?
പ്രാർത്ഥനയെക്കുറിച്ച് സഹോദരങ്ങളെ നിങ്ങൾ എന്തു പഠിച്ചു? യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എത്ര സമയം പ്രാർത്ഥനയ്ക്ക് എടുത്തെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനേക്കാൾ കുറച്ച് സമയം പ്രാർത്ഥിച്ചിട്ട് എങ്ങനെ ഈ ശുശ്രൂഷ ചെയ്യും? അതിനേക്കാൾ ഗൗരവം കുറഞ്ഞ ഒരു പ്രാർത്ഥനാ ജീവിതം നയിച്ചിട്ട് എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെന്നേ ഉള്ളൂ. അത് ജീവിതമല്ല. അതുകൊണ്ട് യേശുവിന്റെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. യേശു ശിഷ്യന്മാരെ ശ്രദ്ധിച്ചു, അവർ വേണ്ടത്ര പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥനയുടെ ഒരു ആത്മാവിലേക്ക് അവർ നടത്തപ്പെട്ടിട്ടില്ല. പ്രാർത്ഥനയുടെ ഒരു മൂഡ് അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഇങ്ങനെ അലസമായിട്ട് പോകരുത്, ശത്രു നോട്ടം വെച്ചിട്ടുണ്ട്. ഉടനെ പത്രോസിന്റെ മറുപടി വളരെ രസകരമാണ്. പത്രോസിന്റെ മറുപടി, അവനോട് കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിക്കാനും ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായോ? എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. യേശു പറഞ്ഞ എന്നാ നീ പുള്ളിക്ക് മനസ്സിലായില്ല. അതിന്റെ അർത്ഥം സാത്താൻ നിന്നെ പാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ മരിക്കാൻ പോവുകയാണല്ലോ നിനക്ക് വേണ്ടി, പിന്നെ എന്നെ പാറ്റാനാ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം, കർത്താവേ നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ല, ഞാൻ നിനക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ തയ്യാറാ. യേശു പറഞ്ഞതിന്റെ അർത്ഥം എന്നാന്നല്ലോ, രക്തസാക്ഷിയാകാൻ എളുപ്പാ, ജീവിക്കാൻ എളുപ്പമല്ല. ജീവിക്കണേ പ്രാർത്ഥിക്കണം, മരിക്കാനാണെ പ്രാർത്ഥിക്കണ്ട. നിനക്കൊരു വിശ്വാസിയായി ഇവിടെ തുടരണമെന്നുണ്ടെങ്കിൽ, വേർപെട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ആത്മാവിൽ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പ്രാർത്ഥനാ ജീവിതം പോരാ. സ്തോത്രം. ഒരു സാധാരണ പ്രാർത്ഥന. എന്താ ഈ സാധാരണ പ്രാർത്ഥനാ ജീവിതം? സാധാരണ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും നമുക്കിടെ അറിയാവുന്ന ഒരു 10-15 പേരുടെ പേര് പറഞ്ഞ് സ്തോത്രം ചെയ്തു. പിന്നെ ഒരു ഹോൾസെയിൽ പ്രാർത്ഥന, ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാർക്കായി സ്തോത്രം, ആമേൻ. ഇതാ സാധാരണ പ്രാർത്ഥന. അതല്ല ഇവിടെ പറഞ്ഞത്, സുബോധമുള്ളവരായിരിപ്പീൻ. എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലും നിർബന്ധത്തിലും നിയന്ത്രണത്തിലും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്നും വഴക്കണം, മരുക്കിയെടുക്കണം. അങ്ങനെ എടുത്തില്ല എങ്കിൽ ഈ വരുന്ന കാലത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകുകയും. യേശുമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ പുള്ളിക്കാരൻ അത് പിടികിട്ടിയില്ല. എന്തു സംഭവിച്ചു? അവൻ കർത്താവിനെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി. പിന്നെ തിരിച്ചു വന്നു, കരഞ്ഞു, നിലവിളിച്ചു, അനുതപിച്ചു, കർത്താവ് സ്വീകരിച്ചു. ഇതെല്ലാം നമുക്കറിയാം. എന്നാൽ ഈ വാക്ക് യേശു ഈ പറഞ്ഞ കാര്യം ഗത്സമനയിൽ വെച്ച് യേശു പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. മുമ്പേ നിങ്ങളത് കേട്ടു. ഇത് തന്റെ ജീവിതത്തിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് ഞാൻ കാണിക്കാം. എന്നിട്ടാണ് താൻ ലേഖനം എഴുതിയത്. തന്റെ ഒരനുഭവം വായിച്ചു, രണ്ടാമത്തെ അനുഭവം വായിക്കാൻ പോവാം. പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട പത്രോസിന്റെ രണ്ടാമത്തെ അനുഭവം വായിക്കാൻ പോവുക. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 9-ാം വാക്യം. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിക്കാൻ മൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിക്കാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവർക്ക് വിവശത വന്നു. അവന് വിവശത വന്നു. ബൈബിൾ ഉണ്ടോ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ? ഒന്ന് നോക്കാവോ? എനിക്ക് ഞാനൊരു രസം കാണിക്കാം. ഇത് തർജ്ജിമയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിക്കാൻ ആഗ്രഹിച്ചു. ഏതാ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷിക്കാൻ ആഗ്രഹിച്ചു എന്നാണോ? അല്ല. ഇനി ഞാൻ വേറൊരു നിലയെ വായിക്കാം. മറ്റൊരു തർജ്ജിമ, ലളിത തർജ്ജിമ എന്ന് വായിക്കാം. പത്രോസ് വളരെ വിശന്ന് ഭക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ഭക്ഷണം റെഡിയാകാഞ്ഞതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. പ്രാർത്ഥിക്കുമ്പോൾ അവനൊരു വിവശത വന്നു. ഇതാണ് കറക്റ്റ്. ഇതാണ് കറക്റ്റ്. അപ്പോ അന്ന് ഫെയ്ത്തോമിൽ അല്ലെങ്കിൽ ചർച്ചിൽ എല്ലാവരും കൂടെ കൂടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ കഴിക്കുക. പത്രോസ് അന്നത്തെ സെൻട്രൽ പാസ്റ്റർ ആണോ ജനറൽ പ്രസിഡന്റ് ആണോ? ഏറ്റവും ടോപ്പാ അല്ലേ? അദ്ദേഹം വന്നപ്പോ ഫുഡ് റെഡി ആയില്ലെന്ന് പറഞ്ഞാൽ ഫുഡിന്റെ ചാർജ് ഉള്ള ആളെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ട്.
ഫുഡിന്റെ ചുമതല വഹിക്കുന്ന കമ്മിറ്റിക്കാരെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്, വേറെ പറ്റിയ ആളെ വെക്കാൻ അധികാരമുണ്ട്. പക്ഷേ അതുപോലും നടത്തിപ്പായിട്ട് വ്യാഖ്യാനിച്ചു. സമയത്ത് ഫുഡ് കിട്ടാഞ്ഞതുപോലും പ്രാർത്ഥിക്കാനുള്ള ഉൾവിളിയായിട്ട് വ്യാഖ്യാനിച്ചു. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അപ്പൊ നമ്മൾ കാര്യങ്ങളെ എങ്ങനെയാ വ്യാഖ്യാനിക്കുന്നത്? നമ്മൾ ഏത് കാര്യവും ആരുടെയെങ്കിലും തലേ കെട്ടിവെക്കാൻ, ആരെയെങ്കിലും കുറ്റം ചുമത്താൻ, ആരെയെങ്കിലും ഉപദ്രവിക്കാനായിട്ട് അതിനെ വ്യാഖ്യാനിക്കും. അവൻ അങ്ങനെ ചെയ്തുകൊണ്ടാ, ഇവൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാ. മനുഷ്യരിലേക്കാണ് നമ്മൾ കണ്ണു പോണത്. ഫുഡ് എന്താ ശരിയാകാഞ്ഞത്? അതാ മറിയമ്മയുടെ കുറ്റ, ചാക്കോച്ചന്റെ കുറ്റമാണ്. പത്രോസിന്റെ അകത്ത് വേറൊരു ശബ്ദം. ഇപ്പൊ ഫുഡ് റെഡിയാകാഞ്ഞത് എന്തിനാണെന്നറിയാവോ? കുറച്ചു നേരം പ്രാർത്ഥിക്കാം. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ നേരിടുന്ന ഏത് സംഭവത്തെയും പ്രാർത്ഥനയ്ക്കായുള്ള ഒരു ഉൾവിളിയായിട്ട്, പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഒരു ഉൾവിളിയായിട്ട് വ്യാഖ്യാനിക്കാവോ? അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അവരവർക്ക് കൊള്ളാം. കേട്ടോണം, ദൈവത്തിന്റെ ലാംഗ്വേജ് കണ്ടോണം. കണ്ണടച്ചു, വിവശത വന്നു, വയറ് നിറയെ കഴിച്ചോളാനാ പറഞ്ഞു. തുപ്പട്ടി വായിച്ചിട്ടുണ്ടല്ലോ, എന്നാ പറഞ്ഞേ? അറുത്ത് അപ്പൊ വിശന്നിരിക്കുന്ന ആൾക്ക് ഭക്ഷണ ഭാഷ ദൈവം സംസാരിക്കും. ദൈവത്തിന്റെ ലാംഗ്വേജ് ആയത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ അസുഖത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. ശരിയാണോ? ശരിയാണോ? നമ്മുടെ പരീക്ഷ നമുക്ക് മാർക്ക് കുറയുന്നതിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. ഇതിലധികം പ്രാവശ്യം ഒരു എക്സാമിനേഷൻ തോക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുകയായിരിക്കും. ജീവിതത്തിലെ ദുഃഖങ്ങളിലൂടെയും ദുരന്തങ്ങളിലൂടെയും വേദനകളിലൂടെയും വേർപാടുകളിലൂടെയും നഷ്ടങ്ങളിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കും. വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ ഓർക്കുക, അതിനകത്ത് ചില വ്യക്തികളെ കുറ്റം ചുമത്തി ഒഴിഞ്ഞു മാറാതെ ഇതിനകത്തൊരു ദൈവശബ്ദമുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ അതിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ആളുകളെ ശപിച്ച് നീ സ്വയം മാന്യനാകാൻ ശ്രമിക്കാതെ ഇതിനകത്തൊരു ദൈവശബ്ദമുണ്ടോ എന്ന് കേൾക്കാൻ അകത്തെ ചെവി തുറക്കുക. മനസ്സിലാവുന്നുണ്ടോ? പത്രോസ് ഭക്ഷണം റെഡിയായില്ലെന്ന് കണ്ടപ്പോൾ, ഞാനൊരു സീനിയർ പാസ്റ്ററാണ്, എനിക്ക് ഷുഗറിന്റെ വിഷമമുണ്ടെന്നുള്ളത് അറിയാൻ പാടില്ലേ? കൃത്യം 1 മണിക്ക് ഭക്ഷണം തരേണ്ടതല്ലേ? ഇങ്ങനെയൊക്കെ പറയാൻ ന്യായങ്ങളുണ്ട്. പക്ഷെ ആ സംഭവത്തെ പോലും പ്രാർത്ഥനയ്ക്കായി അയാൾ മാറ്റി. എന്റെ ചോദ്യം, അവരുടെയൊക്കെ മനസ്സ് എങ്ങനെയായിരുന്നു? എപ്പോഴും അവസരം കിട്ടിയ പ്രാർത്ഥന. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എവിടുന്ന് കിട്ടി ഐഡിയ? യേശുവിന്റെ വാക്ക്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അപ്പോൾ ആരംഭത്തിലുള്ള പത്രോസിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെയും ക്രിസ്തീയ ശുശ്രൂഷയുടെയും ആരംഭകാലത്തുള്ള പ്രയർ ലൈഫ് അല്ല പിന്നീട് തനിക്കുണ്ടായത്. അങ്ങനെയെങ്കിൽ ശുശ്രൂഷകന്മാരോടും മുതിർന്ന ദൈവമക്കളോടും ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ? ചിലർ വർത്താനം പറയുമ്പോൾ പറയുന്നേക്കാം, അയ്യോ പണ്ടൊക്കെ എന്നാ അനുഗ്രഹമായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല. ശരിയാണോ ഈ പറയുന്നത്? എന്റെ അനുഭവം പറയാം, പണ്ട് ഒന്നുമില്ലായിരുന്നു, ഇപ്പോഴാ എന്തെങ്കിലും ഉള്ളത്. പണ്ടത്തെക്കാളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കാൻ തമ്പുരാൻ ഇപ്പൊ കൃപ തരുന്നുണ്ട്. പണ്ടത്തെക്കാളൊക്കെ ഒരുപാട് കർത്താവിൽ സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. ഒരു പരാതിയില്ല, ഒരു പരാതിയില്ല, ഒരു പരാതിയില്ല. കാരണം അതുപോലെ കർത്താവിനെ അനുഭവിക്കുക. എന്തൊരു സന്തോഷമാണ് ക്രിസ്തീയ ജീവിതം, എന്തൊരു ആനന്ദമാണ് ക്രിസ്തീയ ജീവിതം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷയുടെ ആരംഭത്തിലെ പ്രയർ ലൈഫിനേക്കാൾ കൂടുന്നുണ്ടോ? കൂടണം. കാരണം ഉത്തരവാദിത്തം വർദ്ധിച്ചില്ലേ, ശുശ്രൂഷ വർദ്ധിച്ചില്ലേ, ശരീരത്തിന് ക്ഷീണം വർദ്ധിച്ചില്ലേ, ശത്രുക്കൾ വർദ്ധിച്ചില്ലേ. അതുകൊണ്ട് പ്രാർത്ഥന കുറയ്ക്കുകയാണോ ചെയ്യേണ്ടത്? കൂട്ടുകല്ലേ ചെയ്യേണ്ടത്? നിനക്ക് അന്നത്തേക്കാൾ ശരീരം ക്ഷീണിച്ചു, അതുകൊണ്ട് പ്രാർത്ഥന കൂട്ടുക. എന്റെ പുറമേ ഉള്ളവൻ ക്ഷയിക്കുന്നുവെങ്കിലും അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നുവെന്ന് പറയണമെങ്കിൽ പ്രാർത്ഥന കൂട്ടണ്ടേ? അന്നത്തേക്കാൾ മിനിസ്ട്രി വർദ്ധിച്ചില്ലേ, അന്നത്തേക്കാൾ ഉത്തരവാദിത്വം വർദ്ധിച്ചില്ലേ, അന്നത്തേക്കാൾ ആവശ്യം വർദ്ധിച്ചില്ലേ? പ്രാർത്ഥന കൂട്ടണ്ടേ? കൂട്ടണ്ടേ? അന്നത്തേക്കാൾ ശത്രുക്കളും വർദ്ധിച്ചില്ലേ? അതെ, 5 കൊല്ലം ശുശ്രൂഷിക്കുമ്പോൾ 5 ശത്രുക്കൾ,
10 കൊല്ലം ചുരുഴിക്കുമ്പോൾ 25 ശത്രുക്കൾ. ഇതെങ്ങനെയാ പാസ്റ്ററെ ഉണ്ടാകുന്നത്? മനുഷ്യരുമായിട്ട് ഇടപെടുമ്പോൾ ഉണ്ടാവും. എല്ലാവരെയും ഒന്നും തൃപ്തിപ്പെടുത്താൻ നമുക്കിവിടെ പറ്റത്തില്ല. എല്ലാവരുടെയും ഒന്നും പ്രീതിയും കിട്ടത്തില്ല. ഒറ്റക്കാര്യം ഉറപ്പുവരുത്തുക, കർത്താവിനെ പ്രസാദിപ്പിക്കുക, കർത്താവിനെ പ്രസാദിപ്പിക്കുക. അതിൽ മാത്രം ഉറച്ചു നിൽക്കുക. ബാക്കിയെല്ലാം ദൈവം നടത്തിക്കോളും. കർത്താവിന് ക്രിസ്തീയ ജീവിതം എന്തൊരു മാധുര്യം. അപ്പൊ പത്രോസ് ആരംഭത്തിലെ പ്രെയർ ലൈഫിൽ നിന്ന് ഒരുപാട് വളർന്നു. ഇവരൊക്കെ കൂടി ഒരിക്കൽ യേശുവിന്റെ അടുത്തിരിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കുക. ഇവര് പ്രാർത്ഥിക്കുക അല്ല, യേശു പ്രാർത്ഥിക്കുക. യേശു പ്രാർത്ഥിച്ച് നിർത്തിയപ്പോൾ ഇവരിൽ ഒരാള്, ഞാൻ പത്രോസാണെന്ന് അങ്ങ് സങ്കല്പിക്കുക. കാരണം എല്ലാത്തിലും ആദ്യം പറയുന്ന പത്രോസാണല്ലോ. കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങനെ തുടങ്ങിയതായി പ്രയർ. പക്ഷേ അതുകൊണ്ട് ശരിക്ക് കയറി വന്നില്ല. ഗത്സമനയ്ക്ക് തൊട്ട് മുമ്പ് യേശു പറഞ്ഞു, ഇങ്ങനെ പോകരുത്, കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം. എല്ലാം കഴിഞ്ഞ് ശുശ്രൂഷ കയറിയപ്പോൾ കാര്യം മനസ്സിലായി. താൻ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയിലും, സന്തോഷ സമയത്തും ഉല്ലാസ സമയത്തും എല്ലാം ഗ്യാപ്പ് ഉണ്ടാക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ കയറി. ആ പ്രാർത്ഥന മുറിയിൽ വെച്ച് ദൈവം അവന്റെ സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്തു. ഈ തുപ്പട്ടിയുടെ ദർശനത്തിലൂടെ ദൈവം അവന്റെ ചിന്താഗതിയെ മാറ്റിക്കളഞ്ഞു. നമുക്കൊക്കെ ചില ചിന്തകളുണ്ട്, അതെല്ലാം ശരിയാണെന്നാണ് നമ്മുടെ ധാരണ. പക്ഷെ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ ദൈവത്തിന് ഇപ്പോഴും നമ്മിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹമുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. പത്രോസ് കണ്ട ദർശനത്തിൽ കുറെ ഇഴജാതികളെ അതിനെ എല്ലാം കൂടെ തിന്നാനാ പറഞ്ഞത്. ഉടനെ പത്രോസ് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ലേവ്യ പുസ്തകം അങ്ങ് വായിച്ചിട്ടില്ലേ? കർത്താവ് പറഞ്ഞു, ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാനല്ലേ എഴുതിയത്. ഇപ്പം നീ ഞാൻ പറയുന്ന കേക്ക്. ഇല്ലില്ല, ഞങ്ങള് പുരാതന വിശ്വാസികളാ, ഞങ്ങളിതൊന്നും കഴിക്കുകയില്ല. ഉടനെ കർത്താവ് പറഞ്ഞു, ഇപ്പൊ തൽക്കാലം നീ കഴിക്കേ. ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കണ്ണു തുറന്നു. സ്വപ്നത്തിൽ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുമോ? വിശന്നിട്ടായി പ്രാർത്ഥിക്കാൻ ഇരുന്നത്. ഇതെന്തായി കണ്ടതെന്ന് ഓർത്തോണ്ടിരിക്കുമ്പോൾ താഴെ ആളുകൾ വന്ന് വിളിക്കുക. അപ്പം മനസ്സിലായി ഈ കണ്ടതിന്റെ അർത്ഥം എന്നാണ്. പ്രശ്നം എന്നാന്നറിയോ? ഇവർക്ക് കൈ കൊടുക്കുകയോ ഇവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോകുകയോ, എന്തിനേറെ ഇവരോട് വചനം പോലും പറയണ്ടെന്നാ ഈ ഭക്തന്മാരുടെ മനസ്സിൽ കയറിയിരിക്കുന്നത്. പത്രോസിന്റെ മറ്റും മനസ്സിൽ കിടക്കുന്നത് പുറജാതികളോട് മിണ്ടണ്ടെന്ന. അപ്പൊ പുറജാതികൾ എങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? അവരോട് സുവിശേഷം പറയണ്ടേ? അയ്യോ, പാടില്ല, നമ്മുടെ വേർപാട് നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ വിശ്വസിച്ചിരുന്ന ഇവരെ തിരുത്താനാ ഈ ദർശനം ദൈവം കൊടുത്തത്. ഇന്ന് രാത്രിയിൽ തിരുത്താൻ താല്പര്യമുണ്ടോ? തിരുത്താൻ. ഇന്നലെ വരെ 2014 വരെ ഞാൻ ധരിച്ചിരുന്ന ചില ധാരണയ്ക്ക് ദൈവം മാറ്റം വരുത്താൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയാമോ? മാറ്റത്തിന് നീ നിന്നെ തന്നെ വിട്ടുകൊടുത്താൽ നിന്നിലൂടെ ഈ തലമുറയെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇതെല്ലാം വെളിപ്പെട്ട് എല്ലാം മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം വാർദ്ധക്യത്തിൽ എഴുതുകയാണ്, എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കാൻ പ്രാർത്ഥനയ്ക്ക് സുബോധവും നിർമ്മതരും ആകുകയും. കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. പീഡനം അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. കഷ്ടപ്പെടുന്ന ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. നഷ്ടപ്പെട്ട ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി ഒന്നോട് തീരുമാനിക്കുവോ? ഞാൻ നിങ്ങളോട് സത്യം പറയാം, പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിയത്തില്ല. നിങ്ങൾക്കൊരു ടീം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രെയർ വലുതാവും. കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ടീമുമായിട്ട് ബന്ധം ഉണ്ടായാലേ നിങ്ങളുടെ പ്രെയർ ലൈഫ് ഡെവലപ്പ് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ വെറും ചടങ്ങ് പ്രാർത്ഥന പ്രാർത്ഥിച്ച് നിങ്ങൾ നശിക്കും. ഈ ചടങ്ങ് പ്രാർത്ഥനയ്ക്ക് അപ്പുറത്ത് ആത്മാവിൽ 2 മണിക്കൂർ 3 മണിക്കൂർ അന്യഭാഷ പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? കൈപൊക്കണ്ട. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം, ഒരു പ്രെയർ സപ്പോർട്ട് വേണം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ടീമിനെ നിങ്ങൾക്ക് ദൈവം തന്നാൽ
അത് നിങ്ങൾ വിലയേറിയതായിട്ട് കാണണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം ഈ രാജ്യത്തെ ജനങ്ങളെ വിളിക്കുന്നു എന്ന് പറയാൻ ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം, എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനോടൊന്ന് പറഞ്ഞേ, കർത്താവേ, പ്രാർത്ഥനയ്ക്കായി ദൈവം എന്നെ വിളിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇന്ന് രാത്രി ഞാൻ അല്പം കൂടെ പ്രാർത്ഥനയ്ക്കായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഒരു അഭിഷേകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ദൈവത്തോട് പറഞ്ഞാട്ടെ. എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് തൃപ്തിയില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് തൃപ്തിയില്ല, എനിക്ക് ഒരു പടി കൂടെ മുന്നോട്ട് കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ. പ്രിയ കർത്താവേ, ആണിപ്പെടുത്തുള്ള കരം ഇവരുടെ മേൽ നീട്ടണമേ. ഇന്ന് രാത്രി ഇവർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു പ്രേരണ ഇവരുടെ അകത്തുനിന്നുണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ. പലപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും പ്രാർത്ഥിക്കാൻ കഴിയാതെ വായ ബന്ധിച്ച് ഉറക്കമിട്ട് തകർത്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ഉറക്കം തൂങ്ങിപ്പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാതെ പ്രസംഗിച്ച് ഉണങ്ങിപ്പോയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാതെ പ്രസംഗിച്ച് ഉണങ്ങി ജീവിതം മടുത്തവർക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ആത്മാവിനെ കർത്താവ് ഷാർജയിലേക്ക് അയക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനെ അയക്കണമേ. അത് ദുബായിൽ അയക്കണമേ, അത് UAE അയക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഉണങ്ങി വരണ്ട അവസ്ഥകളെ കണ്ടൊന്ന് ഉണരുവാൻ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഇടയാക്കണമേ. പ്രാർത്ഥനയ്ക്കായി ഇന്ന് രാത്രി ചിലരെ കർത്താവ് തട്ടി ഉണർത്തുന്ന ദയക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ കഴിയാതെ വരണ്ടുപോയ ഹൃദയങ്ങൾ ദൈവത്തിന്റെ മഴയാൽ ഇന്ന് രാത്രി കുതിരട്ടെ. രാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ ഈ പട്ടണത്തിൽ ഒരു വലിയ ജനത്തെ കർത്താവ് തൊടുന്നതിനാൽ സ്തോത്രം. കർത്താവേ, ആരും തട്ടി ഉണർത്താതെ തന്നെ രാത്രിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ആത്മാവിനെ ഇപ്പോൾ തന്നെ ചിലരുടെ മേൽ ദൈവം അയക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഇപ്പോൾ തന്നെ അത് നീ അയച്ചതിനാൽ നന്ദി പറയുന്നു. അതെ, എന്നെ തൊട്ടത് ആരെന്ന് യേശു ചോദിച്ചതുപോലെ ശരീരത്തിൽ അറിയട്ടെ, ആത്മാവിൽ അത് അറിയട്ടെ. പ്രാർത്ഥിക്കാതിരിപ്പാൻ കഴിയാത്ത വിധം ആത്മാവിനാൽ ഒരു സ്പർശനം അയക്കണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ. നല്ലവൻ വല്ലഭൻ, വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. കരങ്ങളടിച്ച് നമുക്ക് ഈ വരികൾ ചേർന്ന് പാടാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്കു സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ. നല്ലവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം
എന്നും പ്രാപിക്കാം. യാചിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. യാചിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹത്തെ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാം നൽകിയിടും. ദേഹത്തെ ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാം നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഓ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ. ആ നിൽപ്പിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ഇന്ന് രാത്രി മടങ്ങിപ്പോകാം. സ്വർഗീയ പിതാവേ, ഇന്നലെ രാത്രിക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങയെ സ്തുതിക്കുന്നു. ഈ രാത്രി ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പ്രാർത്ഥനയുടെ ആഹ്വാനത്തിനായി സ്തോത്രം. ഈ രാത്രിയിലെ മീറ്റിംഗ് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അല്പം കൂടെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ സ്വർഗം മുഖാന്തരമാക്കിയതിനായി സ്തോത്രം. ഞങ്ങളുടെ അഭിഷിക്തന്മാരെ അതിനായി നീ ഉപയോഗിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമേലുള്ള വലിയ ഉത്തരവാദിത്വത്തെ തിരിച്ചറിഞ്ഞ് കർത്താവ് ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ അധികം ആഴമായ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുവാൻ സ്വർഗം ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ. അതിനായി ഈ കോൺഫറൻസ് വലിയ അനുഗ്രഹമായി തീരാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറഞ്ഞ് അങ്ങേക്ക് സകല മഹത്വങ്ങൾ അർപ്പിക്കുന്നപ്പാ. അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിശക്തമായൊരു മാറ്റമായി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയതായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോൺഫറൻസ് കഴിയുമ്പോൾ ഒരു കൂട്ടം പ്രാർത്ഥനാ അഭിഷിക്തർ പുറത്തു വരുവാൻ, ഞങ്ങളുടെ രാജ്യം വിടുവിക്കപ്പെടുവാൻ, ദേശത്ത് ദൈവപ്രവൃത്തി നടക്കുവാൻ, എല്ലാറ്റുപരിയായി അങ്ങയുടെ നാമം ഈ ദേശത്ത് ഉയർത്തപ്പെടുവാൻ സ്വർഗം സംഗതിയാക്കണമേ. പരിശുദ്ധാത്മാവ് തന്നെ സകലത്തെയും നിയന്ത്രിച്ചാട്ട് സകല മഹത്വം അങ്ങേക്ക് നൽകുന്നു. ഈ രാത്രി അനുഗ്രഹങ്ങൾക്കായി ഒരിക്കൽ കൂടെ സ്തോത്രം. യേശുവിൽ അപേക്ഷിക്കുന്ന യാചന കേൾക്കുമാറാകണം സ്വർഗീയ പിതാവേ. ഇന്ന് രാത്രികാലം കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിച്ചതിനാൽ നമ്മുടെ കരങ്ങളെ ഉയർത്തി പിന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മ സഹവാസവും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും നമ്മോട് ഓരോരുത്തരോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും തുടർന്ന് നടക്കുന്ന ഈ കോൺഫറൻസിലോടും കർത്താവിനോട് എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയിൽ പോരാടുക എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങൾ കേട്ട ഈ ദൈവവചനം പൂർണ്ണമായും ആമേൻ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന പ്രാർത്ഥനാ മനുഷ്യൻ ഉണർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പൂർണ്ണമായും പ്രാർത്ഥനയ്ക്ക് മറുപടി പറയുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ചു. നിങ്ങളുടെ ഏത് പ്രാർത്ഥന വിഷയമായാലും മടുത്തു പോകാതെ പ്രാർത്ഥനയിൽ പോരാടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും എന്നോട് ചേർന്ന് കണ്ണുകളെ അടയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയം നല്ല പിതാവ്, ഈ ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനം അവരുടെ ഉള്ളിൽ വളരെ ശക്തമായ നിലയിൽ ക്രിയ ചെയ്തതിനാൽ സ്തോത്രം. അവരുടെ ഉറങ്ങിക്കിടന്ന പ്രാർത്ഥനാനുഭവങ്ങളെ ഉണർത്തുവാനിടയായി പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു പുതിയ തലമുറയായി മാറുവാൻ അവരെടുത്ത തീരുമാനങ്ങൾക്കായി സ്തോത്രം. ഇപ്പോൾ ഈ നിമിഷം ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുക്കുന്നതിനാൽ സ്തോത്രം. പുതുവഴികൾ തുറന്നു വരട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ പ്രാർത്ഥനയിൽ പോരാടുവാൻ അവരെ സഹായിക്കണമേ. സ്വർഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കുവാൻ അങ്ങ് നടന്നതുപോൽ നടന്നിടുവാൻ അങ്ങ് സ്നേഹിച്ചപ്പോൾ സ്നേഹിച്ചിടാൻ അങ്ങ് ക്ഷമിച്ചതുപോൽ ക്ഷമിച്ചിടുവാൻ അങ്ങ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിക്കുവാൻ അങ്ങ് നടന്നതുപോൽ